ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിത്ത് നോറ. കഴിഞ്ഞ ലാസ്റ്റ് വ്ലോഗ് ആയിരുന്നു. വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു, സജഷൻ തന്നായിരുന്നു, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വ്ലോഗ് അല്ല, ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് റിവ്യൂ തരാനായിട്ടാണ് വന്നത്. ഇത് സൺഡേ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഒരു മൺഡേ തൊട്ട് സാറ്റർഡേ വരെ നമ്മൾ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നത് എന്താ, സൺഡേ നമുക്ക് കുറേ പ്ലാൻസ് ഒക്കെ ആയിട്ടായിരിക്കും. ബട്ട് ഈ സൺഡേ എനിക്ക് പനി പിടിച്ച് കിടപ്പായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് കുറേ പ്ലാൻസ് ഒക്കെ ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് പനി പിടിച്ച് കിടക്കുന്നത് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഇന്ന് മോർണിംഗ് ആണ് എണീറ്റത്. അപ്പം വീഡിയോ ഷൂട്ട് ചെയ്യണോ വേണ്ടോ ഡബിൾ മൈൻഡ് ആയിരുന്നു. ബട്ട് ഷൂട്ട് ചെയ്യാണ്ടിരുന്ന തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഭയങ്കര മടിച്ചു, അതുകൊണ്ട് പിന്നെ വരത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്തിട്ട് എന്തായാലും പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ റിവ്യൂ നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം, കാരണം ടൈമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബെയർ അനാറ്റമിയുടെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂവിനെ പറ്റിയാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ മന്ത്സ് ആയി. ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്തത് ഇത്ര എങ്ങാണ്ടായിട്ടുണ്ട്, ലാസ്റ്റ് ആണ്, തീരാറായിട്ടുണ്ട്. അപ്പൊ അപ്പോഴാണ് ഞാൻ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ലേ, അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ബ്ലഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ റിവ്യൂ പറയാം. പക്ഷെ ഇതൊരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഉണ്ട്. ഡാൻഡ്രഫിന് എഗെയിൻസ്റ്റ്, ഡാൻഡ്രഫ് അറിയാലോ, താരൻ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ്. അപ്പം അത് യൂസ്ഫുൾ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, കാരണം കുറച്ച് വൈറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. ഇൻസ്റ്റയിലൊക്കെ കുറെ റീൽസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടാണ് ഞാനും ഇത് വാങ്ങുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 545 രൂപയാണ്. ഞാൻ വാങ്ങിയ സമയം എന്തോ 350 എങ്ങാണ്ട്, 350 രൂപ എങ്ങാണ്ട് ആയിട്ടുള്ളായിരുന്നു. കാരണം അന്ന് എന്തോ ഓഫർ എന്തോ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓഫർ കാണും. ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്, ഇവരുടെ തന്നെ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പൊ എന്തോ ഒരെണ്ണം ഫ്രീ ബൈ ഗെറ്റ് വൺ ഫ്രീ അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 1 ബോട്ടിലാണ് വാങ്ങിയത്. അപ്പൊ ഇതിന്റെ റിവ്യൂലോട്ട് പോവാം. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് എനിക്ക് ഡാൻഡ്രഫ് ഒരുവിധം ഉണ്ടായിരുന്നു. നല്ല സ്റ്റാർട്ടിങ് ഒന്നുമല്ല, നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഹെയറിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. അതായത് എൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഓൾമോസ്റ്റ് പോയി. ട്രീറ്റ്മെന്റ് എന്നറിയോ, സ്മൂത്തനിങ് അതേപോലെ അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ചെയ്തിട്ട് 1 ഇയർ ആവാറായപ്പോഴാണ് ഞാൻ ഇത് വാങ്ങിയത്. ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയാറായ സമയത്താണ് ഞാൻ ഇത് വാങ്ങിയത്. അത് യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ഹെയറിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്തു. ഞാൻ ഒരു വീക്കിൽ 3 times ആണ് അവർ പറയുന്നത്. ഫസ്റ്റ് ടൈം ഞാനിത് യൂസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി, അതായത് ഡാൻഡ്രഫ് പോയി. പിന്നെ സെക്കൻഡ് ഡേ ഞാനിത് യൂസ് ചെയ്യില്ല. പിന്നെ തേർഡ് ഡേ ആണ് റിപ്പീറ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡാൻഡ്രഫ് പോകുന്നുണ്ട്, ബട്ട് ഡാൻഡ്രഫ് തിരിച്ചു വരുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി പോകുന്നില്ല. ഞാൻ ആ സമയത്തൊക്കെ നമുക്ക് എപ്പോഴും തല വാഷ് ചെയ്യാം, അത് പ്രശ്നമല്ല. അപ്പം ഞാനിത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ലൊരു റിസൾട്ട് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പോയി ഹെയർ ട്രീറ്റ്മെന്റ് എടുത്തു. അതിനുശേഷം നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതിപ്പം ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്കറിയാം, അല്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം ഹെയറിൽ സ്മൂത്തനിങ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെയർ എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഉള്ള ഡാൻഡ്രഫ് കൂടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇങ്ങനെയുള്ള ഷാമ്പൂസും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂവിന്റെ കൂടെ ഫസ്റ്റ് ഇത് യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഹെയറിന് വേണ്ട ആ ഷാമ്പൂ കൂടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ ഞാൻ യൂസ് ചെയ്തു. പിന്നെ കുറച്ച് ഡേ കഴിഞ്ഞാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് വീണ്ടും ഡാൻഡ്രഫ് ആവും. ഇപ്പോഴും എൻ്റെ തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ട്. എനിക്ക് അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഗുണമില്ല. ആ സമയത്ത് എനിക്ക് ഗുണം ഉണ്ടായിരുന്നു, എന്നാലും കംപ്ലീറ്റ്ലി പോയിട്ടില്ല. എന്നാലും മറ്റുള്ള ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇവിടെയൊക്കെ വരുന്ന താരൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഹെയർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഇതെനിക്ക് വലിയ പ്രയോജനം ഉണ്ടായില്ല. പിന്നെ വീട്ടിലുള്ളവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരും യൂസ് ചെയ്യുന്ന സമയത്ത് കുറവാണ്. പിന്നെ നമ്മളത് യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ വീണ്ടും ഡാൻഡ്രഫ് വരുന്നുണ്ട്. അങ്ങനെ നോക്കി അതിപ്പോൾ ഡാൻഡ്രഫ് ഏത് ഷാമ്പു ഇട്ടാലും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. എനിക്ക് തോന്നുന്നു ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഷാമ്പു ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇതേപോലെ യൂസ് ചെയ്ത് കുറച്ച് നാളില്ല, പിന്നെയും ഡാൻഡ്രഫ് വരും. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന് എന്താണ് നല്ല എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. കാരണം എനിക്ക് ഡാൻഡ്രഫ് നല്ല രീതിയിലുണ്ട്, അപ്പോൾ അത് കളയണത് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. ഇതിൽ എൻ്റെ റിവ്യൂ പറയാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാത്തവർ യൂസ് ചെയ്ത് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഹെയറിന് ഡാൻഡ്രഫ് സ്റ്റാർട്ടിങ് ഉള്ളവർ യൂസ് ചെയ്ത് നോക്കുക. സ്റ്റാർട്ടിങ് ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇത് പ്രയോജനമായിരിക്കും. ബട്ട് നല്ല രീതിക്ക് ഡാൻഡ്രഫ് ഉള്ളവർ ഇത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം യൂസ് ചെയ്യാതിരിക്കുന്നതില്ല, ട്രൈ ചെയ്ത് നോക്കാം, ബട്ട് നമുക്ക് ഫുൾ നല്ലൊരു റിസൾട്ട് കിട്ടില്ല, കംപ്ലീറ്റ്ലി പോയില്ല. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഉള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് അതേപോലെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നോർമൽ ഹെയർ ഉള്ളവരും ഒരു 1 week ഒക്കെ അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോവായിരിക്കും.
പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് തലയ്ക്കൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, അത് നല്ല സുഖമാണ്. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായിരുന്നു. ബട്ട് ഇത് കംപ്ലീറ്റ്ലി പോകാത്തതുകൊണ്ട് ഞാൻ വേറെ പ്രോഡക്റ്റ് നോക്കാമെന്ന് വിചാരിക്കുന്നു. അത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണും ഈ ഡാൻഡ്രഫ് എന്നുള്ള ഇഷ്യൂ. അപ്പം അതും കൂടി ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിവ്യൂ തരുന്നതായിരിക്കും. അവിടെ ഒരു ചേട്ടൻ നിന്ന് നോക്കുന്നു, നിങ്ങൾ എന്ത് പടി കാണിക്കുന്നതെന്നായിരിക്കും ആലോചിക്കുന്നത്. അവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും കാണത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞപ്പം ഇതാണ് സംഭവം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്ക് ഇത് സജസ്റ്റ് ചെയ്യില്ല. ഡാൻഡ്രഫ് ഒരുപാടുള്ളവർക്കും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ജസ്റ്റ് പിന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാം. അപ്പോൾ എന്തോ റേറ്റ് എന്തോ ഡിസ്കൗണ്ടോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനിത് യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരോട് പറയാം, ഇതിനകത്ത് സാലിസിലിക് ആസിഡും ബയോട്ടിനൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഉള്ളൊരു ഷാമ്പു ആണ്. പിന്നെ ഓൾ ഹെയർ ടൈപ്പ് ആണ്. ഇതിപ്പം ഞാൻ 250 ml ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെറിയൊരു ഷാമ്പു യൂസ് ചെയ്യണമെന്നുള്ളവർ ഈ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞുവാണ്, കാരണം എനിക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പം പെട്ടെന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ മടിക്കും, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ ഹെയർ ഡാൻഡ്രഫിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഷാമ്പു അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിക്കോട്ടെങ്കിൽ പറയുക. എനിക്കിപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്, ഹെയറിൽ ഷാമ്പു ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ പറയുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ഇനി നമുക്ക് കുറച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്, എൻ്റെ സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വരുന്നുണ്ട്. അത് ഉടനെ കാണും. അപ്പോൾ അത് ഇനി ആ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റാ ബൈ.